Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ സംഘർഷങ്ങൾ നിറഞ്ഞ പയ്യന്നൂർ ടൗൺ. സാമ്പത്തിക തട്ടിപ്പ് ആരോപണ വിധേയനായ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനത്തെ തുടർന്ന് സംഘർഷം. പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂരിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലും സംഘർഷം. പ്രതിഷേധത്തിന്റെ മറവിൽ പയ്യന്നൂർ സഹകരണ ആശുപത്രിക്കും പയ്യന്നൂർ സർവീസ് ബാങ്ക് തെക്കേ ബസാർ ശാഖയ്ക്കും എം.എൽ.എ ഓഫീസിനു നേരെയും കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തിയെന്നാരോപിച്ച് സിപിഐഎം പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം സരിൻ ശശി, കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ദിവസം പഴയങ്ങാടി ഏഴോം നെരുവം റദ്ദ്. ബൂത്തിൽ കയറി ഏജന്റുമാരെ മർദ്ദിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഏഴോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഏച്ചിലാംവയലിൽ വീട് കുത്തി തുറന്ന് 5 പവനോളം സ്വർണം കവർന്ന സംഭവത്തിൽ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലയും 2 വളകളുമാണ് മോഷണം പോയത്. വാർത്തകൾ വിശദമായി. സാമ്പത്തിക തട്ടിപ്പ് ആരോപണ വിധേയനായ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനത്തെ തുടർന്ന് സംഘർഷം. പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പയ്യന്നൂർ ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് സംഘർഷം നടന്നത്. എം.എൽ.എക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളുമായി നീങ്ങിയ പ്രവർത്തകരും സിപിഎം പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡ് ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ടൗണിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയ കേരളം ശക്തമായി അതിനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പയ്യന്നൂരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രകടനത്തെ തെക്കേ ബസാറിൽ വെച്ച് സിപിഎമ്മിന്റെ നമ്മുടെ എം.എൽ.എയുടെ ആജ്ഞാനുവർത്തികളായ സിപിഎം ഗുണ്ടകൾ അതിഭീകരമായി ആക്രമിച്ചിരിക്കുകയാണ്. ഈ ആക്രമം കൊണ്ടൊന്നും നിങ്ങളുടെ അഴിമതി മൂടിവെക്കാൻ പറ്റില്ല സഖാക്കളെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരായ എ രൂപേഷ്, കെ ജയരാജ്, ആകാശ് ഭാസ്കർ, പിലാക്കൽ അശോകൻ, പി.കെ. ദിനൂപ്, നിതിൻ കെ.എ, കെ.ടി. ഹരീഷ് എന്നിവരെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമ്പത്തിക തട്ടിപ്പ് ആരോപണ വിധേയനായ എം.എൽ.എ ടി.ഐ. മധുസൂദനൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് പയ്യന്നൂരിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിലും സംഘർഷം. പ്രതിഷേധത്തിന്റെ മറവിൽ പയ്യന്നൂർ സഹകരണ ആശുപത്രിക്കും പയ്യന്നൂർ സർവീസ് ബാങ്ക് തെക്കേ ബസാർ ശാഖയ്ക്കും എം.എൽ.എ ഓഫീസിനു നേരെയും കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തിയെന്നാരോപിച്ച്
CPIM പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം സരിൻ ശശി, KK ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ്. ആ ജനങ്ങളുടെ സംഭാവനക്ക് ഞങ്ങൾ ഉത്തരം പറയേണ്ടത് ജനങ്ങളോടാണ്. ഈ ജനങ്ങളോട് അപവാദങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ 5 നയാ പൈസ ഇതുവരെ എവിടേക്കും പോയിട്ടില്ല. കണക്ക് പറയുന്നതിൽ കുറച്ച് വൈകി എന്നുള്ള ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യം വെച്ചിട്ട് ഇന്ന് ചില ആളുകൾ മുന്നോട്ട് വന്നിട്ട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഉറപ്പോടെ പറയുന്നു, ചങ്കുറപ്പോടെ പറയുന്നു, ധൻരാജിന്റെ പിന്മുറക്കാർ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു 5 നയാ പൈസയുടെ അപകടം ഈ നാട്ടിനകത്തുണ്ടായിട്ടില്ല. ഭരിച്ചത് ഈ പാർട്ടി ആക്ഷേപത്തിന്റെ മുൻപിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള അപകടകരമായ ഇടപെടലുമായിട്ട് ചില ആളുകൾ മുന്നോട്ട് വരുമ്പോൾ ആ വർത്തമാനം കേട്ടിട്ട് MLAയുടെ ഓഫീസിലേക്ക് നിങ്ങൾ വന്നാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പയ്യന്നൂരിലെ പ്രബുദ്ധമായ രാഷ്ട്രീയ മനസ്സിന് സാധിക്കില്ല. ധനരാജിന്റെ രക്തസാക്ഷിത്വത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് പിരിവ് നടന്നതെന്നും അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വെട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് TI മധുസൂദനൻ MLA എന്നും BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ്കുമാർ ആരോപിച്ചു. പയ്യന്നൂർ മാരാർജി ഭവനിൽ നടന്ന മാധ്യമസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ്കുമാർ, പനക്കീൽ ബാലകൃഷ്ണൻ, AV സനിൽകുമാർ, സുജിത് കുമാർ കേളോത്ത്, ധനേഷ് കണിയാങ്കുന്ന്, നന്ദകുമാർ അന്നൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന V. കുഞ്ഞികൃഷ്ണൻ്റെ തുറന്നു പറച്ചൽ BJP നേരത്തെ ഉന്നയിച്ച ആരോപണം വസ്തുതാപരമാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു MLAക്ക് നേരെയാണ്. അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയ വൻ അഴിമതികൾ, ആ അഴിമതികൾ എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതികളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ആരോപണം ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. ധനരാജ് കൊല്ലപ്പെട്ടതിന് ശേഷം പയ്യന്നൂരിൽ നടന്ന വ്യാപകമായ സംഘർഷത്തെക്കുറിച്ച് പയ്യന്നൂരിലെ മാധ്യമപ്രവർത്തകർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ധനരാജും TI മധുസൂദൻ, അന്നത്തെ ഏരിയ സെക്രട്ടറി, ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. ആ നല്ല ബന്ധമുണ്ടായിരുന്നത് പിന്നീട് തകർന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അവരുടെ നല്ല ബന്ധം തകർന്നതിന് ശേഷമാണ് ആ കൊലപാതകം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേരിൽ, ധനരാജിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് ഉറുപ്പികയാണ് പിരിവ് നടത്തിയത് CPM. ആ ഫണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഇന്നത്തെ MLA ആയിട്ടുള്ള TI മധുസൂദനൻ അടിച്ചു മാറ്റിയിരിക്കുന്നു, വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതുപോലെ CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് എടുത്തത്, ആ ഏരിയ കമ്മിറ്റി ഓഫീസ് എടുത്തത് CPM അനുഭാവികളിൽ നിന്ന്, CPM പ്രവർത്തകന്മാരിൽ നിന്ന്, CPMകാരല്ലാതായിട്ടുള്ളവരുടെ നിന്നൊക്കെ വ്യാപകമായി പിരിവ് നടത്തിയിരുന്നു. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ പിരിവ് നടത്തിയിരുന്നു. ആ നിർമ്മാണ ഫണ്ടിലേക്ക് പയ്യന്നൂർ ഏരിയയിൽ കീഴിലുള്ള CPMൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് ഒരു മാസത്തെ ശമ്പളം വെച്ചാണ് പാർട്ടി പിടിച്ചെടുത്തത്. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് പിടിച്ചെടുത്തത്. അങ്ങനെ കിട്ടിയ 70 ലക്ഷം രൂപ കണക്കിൽ വന്നിട്ടില്ല. ഇത് പറയുന്നത് CPMൻ്റെ പഴയ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള കുഞ്ഞികൃഷ്ണനാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന MLA ആണ്. കൊട്ടേഷനെ വെച്ചുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും സമ്പാദിച്ചിരിക്കുന്നു. ഇവിടെ അക്രമ പ്രവർത്തനം നടത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു പാർട്ടിയുടെ ഫണ്ട് തന്നെ അദ്ദേഹം വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടി തലത്തിലുള്ള ഒരു അന്വേഷണമല്ല ഇവിടെ ആവശ്യം. കേരളത്തിലെ വിജിലൻസ് സംവിധാനം ഇത് സംബന്ധമായി സമഗ്രമായി അന്വേഷിക്കണം. ഒരു വിജിലൻസ് അന്വേഷണം ഇത് സംബന്ധമായി വേണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്.
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ദിവസം പഴയങ്ങാടി ഏഴോം നെരുവമ്പ്രത്ത് ബൂത്തിൽ കയറി ഏജന്റുമാരെ മർദ്ദിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഏഴോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ 12ാം വാർഡ് എന്ന് പറയുന്ന പൊടിത്തട പ്രദേശം, ആ പൊടിത്തടത്ത് അവിടെ സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെല്ലാം തന്നെ വളരെ സജീവമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് UDF എന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട MP മുഹമ്മദ് കുഞ്ഞി ആയിരുന്നു. വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ CPM വലിയ അവകാശവാദം ഉന്നയിച്ചൊരു പ്രദേശമായിരുന്നു 12ാമത്തെ വാർഡ്. ആര് മത്സരിച്ചാലും കോൺഗ്രസിൻ്റെ ഒന്നുമില്ല, കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലെ നേതാക്കന്മാർ നേരിട്ട് വന്നിറങ്ങി മത്സരിച്ചാൽ പോലും ഇവിടെ ഒരു പുല്ലും സംഭവിക്കില്ല എന്ന് CPMന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരൊക്കെ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചൊരു വാർഡിലാണ് ഇത്രമാത്രം കള്ളവോട്ട് നടത്തി ബൂത്ത് പിടിച്ച് ഒരുപാട് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെയും ബൂത്ത് ഏജന്റിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ അതിഭീകരമായി മർദ്ദിച്ചവശരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോഴും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ആ വാർഡിനകത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ 66 വോട്ട് നേടി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MP മുഹമ്മദ് കുഞ്ഞി കൈപ്പത്തി ചിഹ്നത്തിൽ UDFിന്റെ സ്ഥാനാർത്ഥിയെ വിജയിച്ചു വരുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബൂത്തിൽ കയറി ആക്രമണം നടത്തിയ പ്രതികൾ പോലീസിന്റെ കൺമുന്നിലുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാത്ത നടപടി അപമാനകരമാണെന്നും മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരം നടത്തുമെന്നും പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി നൌഷാദ് വാഴവളപ്പിൽ പറഞ്ഞു. ഏഴോം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AK ജയശീലൻ അധ്യക്ഷത വഹിച്ചു. മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് പറവൂർ, PP രാജേഷ്, N രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഏച്ചിലാം വയലിൽ വീട് കുത്തി തുറന്ന് 5 പവനോളം സ്വർണം കവർന്ന സംഭവത്തിൽ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലയും 2 വളകളുമാണ് മോഷണം പോയത്. പയ്യന്നൂർ ഏച്ചിലാംവയലിലെ PV സുരേശന്റെ വീട് കുത്തിത്തുറന്ന് 5 പവനോളം സ്വർണം കവർന്ന സംഭവത്തിൽ ഇന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന്റെ പിൻഭാഗത്തെ ഷെഡിൽ നിന്നും മണം പിടിച്ച പോലീസ് നായയായ ടോമി മോഷണം നടന്ന റൂമിലേക്കും വീടിനടുത്തെ മതിലിന് സമീപം വരെ എത്തി തിരിച്ചെത്തി. കാങ്കോൽ ഭാഗത്തേക്കുള്ള റോഡിലും 50 മീറ്ററോളം പോലീസ് നായയെത്തി. സുരേഷിന്റെ അമ്മയുടെ 5 പവൻ വരുന്ന മാലയും 2 വളകളുമാണ് മോഷണം പോയത്. SI ഗിരീഷ്, സജീഷ്, K9 സ്ക്വാഡിലെ പ്രജീഷ്, വിപിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാം ഇടപഴകുമ്പോഴും അല്ലാതെയും സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിന് പുതിയ തലമുറയിലെ സാമൂഹ്യ പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി അഭിപ്രായപ്പെട്ടു. പിലിക്കോട് ചന്തേരിയിൽ നിർമ്മിച്ച ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അന്വേഷിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പുതിയ കാലത്തെ തൊഴിൽ സംരംഭങ്ങളിൽ എത്തിപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് അതിനൊക്കെ ചെറിയ ഇടപെടലുകൾ മാത്രം നമുക്ക് അതുകൊണ്ട് സാധ്യമാക്കുന്നതാണ്. ഒരു ഹെൽപ്പ് ഡെസ്ക് പോലെ നാട്ടിലെ ആർക്കും സമീപിക്കാവുന്ന പ്രശ്നങ്ങൾക്ക് ചെറിയ തരത്തിൽ പരിഹാരമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന തരത്തിൽ ഈ ഓഫീസിനെ മാറ്റിയെടുക്കുമ്പോഴാണ് നമുക്കത് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തരങ്ങളിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഈ എല്ലാ ലീഗിൻ്റെ നേതാക്കന്മാരോടും പ്രവർത്തകന്മാരോടും പറയുന്നത്, നമ്മളുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെ കുടുംബത്തിലുമുള്ള പ്രത്യേകം സ്ത്രീകളായ പെൺകുട്ടികൾ, CH മുഹമ്മദ് കോയ സാഹിബ് ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുന്നത് കാത്തിരുന്ന, അത് സ്വപ്നം കണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. നിരാലംബരായവരെ കണ്ടെത്തി അവർക്ക് സാന്ത്വനത്തിന്റെയും പരിചരണത്തിന്റെയും പദ്ധതികൾ യുവാക്കൾ ചേർന്ന് തയ്യാറാക്കണമെന്നും KM ഷാജി ആവശ്യപ്പെട്ടു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വാദിച്ച CH മുഹമ്മദ് കോയയുടെ സ്വപ്നം ഇന്ന് ഏറെ മുന്നേറിക്കഴിഞ്ഞു.
ഇനി അവർക്ക് ഒരു ചെറിയ പിന്തുണ മാത്രമേ വേണ്ടതുള്ളൂ. അതിന് യുവതലമുറ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മുസ്ലിം ലീഗ് പിലിക്കോട് പഞ്ചായത്ത് സെക്രട്ടറി MDP സുലൈമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. OT അബ്ദുൾ റൌഫ് മൗലവി പ്രാർത്ഥന നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി നിഷാം പട്ടേൽ, ട്രഷറർ ലത്തീഫ് നീലഗിരി, പഞ്ചായത്ത് സെക്രട്ടറി MK സഫർ അലി, ട്രഷറർ MK ഇസ്മായിൽ ഹാജി, TD കബീർ, MA മജീദ് ഹാജി, VK ബാവ, MC ഖമറുദ്ദീൻ, VV അബ്ദുള്ള ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ പുതിയ KSRTC ബസ് കൂടി അനുവദിച്ചു. കണ്ണൂരിൽ രാത്രി എത്തുന്ന ജനശതാബ്ദി ട്രെയിനിന് കണക്ഷനായി കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ പുതിയ KSRTC സർവീസ് അനുവദിച്ചതായി M. വിജിൻ MLA അറിയിച്ചു. എറണാകുളം ഭാഗത്തു നിന്ന് കണ്ണൂരിലെത്തുന്ന ജനശതാബ്ദി ട്രെയിനിൽ ഇരിണാവ്, പഴയങ്ങാടി, ചെറുകുന്ന, മാട്ടൂൽ ഭാഗങ്ങളിലുള്ള നിരവധി യാത്രക്കാർ എത്താറുണ്ട്. ഇവർ ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഇതിന് പരിഹാരമായാണ് ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെട്ട് പുതിയ KSRTC ബസ് വേണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് M. വിജിൻ MLA പറഞ്ഞു. നേരത്തെ KSRTC പഴയങ്ങാടി കണ്ണൂർ പയ്യന്നൂർ റൂട്ടിൽ 4 ബസ്സുകൾ അനുവദിക്കുകയുണ്ടായി. ആ 4 ബസ്സുകൾ ഇപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ കൃത്യമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ് നേരത്തെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനശതാബ്ദിക്ക് കണക്ട് ചെയ്തുകൊണ്ടിരുന്ന KSRTC അത് പുനരാരംഭിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. നിരന്തരമായി അതിൻ്റെ കത്തുകളും ആവശ്യങ്ങളും ഉന്നയിച്ചു. മിനിഞ്ഞാന്ന് KSRTCയിൽ നിന്ന് ഒരു അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. നിരന്തരമായി ആവശ്യപ്പെട്ട നമ്മുടെ പഴയങ്ങാടി വഴിയുള്ള KSRTC ഇത് രാത്രി ജനശതാബ്ദിക്ക് കണക്ട് ചെയ്തുകൊണ്ട് കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ അതിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. 26-ാം തീയതി ഈ റിപ്പബ്ലിക് ദിനത്തിൽ ആദ്യ യാത്ര ആരംഭിക്കും എന്നാണ് KSRTC ഇപ്പോൾ അറിയിച്ചത്. പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നാണ് ബസ് അനുവദിച്ചത്. ഏതായാലും പഴയങ്ങാടിയിൽ നമ്മുടെ മണ്ഡലത്തിലെ ഒരുപാട് കാലത്തെ ആവശ്യമാണ്. അത് നിർത്തലാക്കിയ ജനശതാബ്ദി കണക്ട് ചെയ്യുന്ന ട്രെയിൻ കണക്ട് ചെയ്യുന്ന ബസ് അത് പുനരാരംഭിക്കണമെന്നത്. നേരത്തെ കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ രാവിലെ 6 മണി മുതൽ രാത്രി 7:30 വരെ 4 KSRTC ബസ് അനുവദിച്ചിരുന്നു. ഈ ബസ്സുകൾ തുടർന്നും സർവീസ് നടത്തും. കൂടുതൽ ബസ് അനുവദിച്ചതോടെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കാറമേലിലെ പാലാട്ട് റൈസ് ആൻഡ് ഫ്ലോർ മില്ലിന് മുന്നിലെത്തിയാൽ ഒരു കാര്യം ഉറപ്പാണ്. ഒന്നുകിൽ അവിടെ യന്ത്രങ്ങൾ ശബ്ദമുണ്ടാക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അതിനേക്കാൾ മധുരമുള്ള പാട്ടുകൾ മുഴങ്ങുന്നുണ്ടാകും. ജോലി തിരക്കിനിടയിലും സംഗീതത്തെ കൂട്ടുപിടിച്ച് ജീവിതം ആഘോഷമാക്കുകയാണ് ഈ മില്ലിന്റെ ഉടമ സുധാകരൻ. വിശ്രമവേളകൾ ആനന്ദകരമാക്കാം എന്ന് നാം കേട്ടിട്ടേയുള്ളൂ. എന്നാൽ അക്ഷരാർത്ഥത്തിൽ അത് പാലിക്കുന്ന ഒരാളാണ് കാറമേലിലെ ഫ്ലോർ മിൽ ഉടമയായ സുധാകരേട്ടൻ. ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല. ഓ ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല. മാനസഭാവങ്ങൾ മൗനത്തിലൊളിപ്പിച്ചു മാലിനീ നാമിരുന്നു. സാധാരണ മില്ലുകളിൽ ആളുകൾ തിരക്ക് കൂട്ടുകയാണ് പതിവ്. എന്നാൽ കാറമേലിലെ പാലാട്ട് മില്ലിൽ എത്തുന്നവർക്ക് അത്ര തിടുക്കമില്ല. മില്ലിനുള്ളിൽ നിന്ന് സുധാകരേട്ടൻ പാടുകയാണെങ്കിൽ വന്ന കാര്യം പറയാതെ പുറത്തു നിൽക്കുന്നവരാണ് ഇവിടെ എത്തുന്ന മിക്കവരും. ആ സ്വരമാധുരി തടസ്സപ്പെടുത്തേണ്ട എന്ന സ്നേഹമാണ് ഈ കാത്തിരിപ്പിന് പിന്നിൽ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂമ്പൊടി ആരു നീ ആരു നീ ആരു നീ റംസാനിലെ ചന്ദ്രികയോ തേജോ ഗോപുരത്തിൻ തങ്കപ്പടവിറങ്ങും താരമോ പുഷ്പകാലമോ. പാട്ട് കഴിഞ്ഞാൽ മാത്രം അവർ അകത്തേക്ക് കയറുന്നു, പൊടിക്കാനുള്ളവ ഏൽപ്പിക്കുന്നു. മില്ലിനുള്ളിൽ താൻ ഒറ്റക്കായിരിക്കുന്ന സമയമാണ് സുധാകരേട്ടന്റെ സംഗീതവേദി. ആരുടെയും മുന്നിൽ വെച്ച് പാടാൻ സുധാകരേട്ടൻ തയ്യാറല്ല. ജോലിത്തിരക്ക് കഴിഞ്ഞുള്ള ഇടവേളകളും അടുത്ത ഉപഭോക്താവ് വരുന്നതുവരെയുള്ള സമയവുമാണ് അദ്ദേഹത്തിന്റെ സംഗീത നിമിഷങ്ങൾ. പഴയകാല അനശ്വര ഗാനങ്ങൾ മുതൽ പുതിയ ഹിറ്റുകൾ വരെ സുധാകരേട്ടന്റെ ശബ്ദത്തിൽ ഈ മില്ലിനകത്ത് പ്രതിധ്വനിക്കാറുണ്ട്. 75-76 SLC ബാച്ചിൽ നമ്മൾ ടൂറിന് പോകുന്ന സമയത്ത് ബസ്സിൽ നിന്ന് പാട്ട് പാടലുണ്ടായിരുന്നു.
അപ്പോൾ അതിൽ പിന്നെ എൻ്റെ സുഹൃത്ത് സ്വർണ്ണകുമാരി, അവൾ നല്ലോണം പാട്ട് പാടും. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, പിന്നെ സുധാരൻ കരോക്കെ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കരോക്കേനെ പറ്റിയൊന്നും അറിയില്ല. അങ്ങനെ ഗൾഫിൽ എൻ്റെ കസിൻ എനിക്ക് കരോക്കെ വിതിൻ 1 വീക്ക് കൊണ്ടു തന്നു. അത് പിന്നെ നമ്മുടെ ഹരിയുടെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ പ്രാക്ടീസ് പഠിച്ചു. ഇപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ, SLC ഗ്രൂപ്പിൽ രാജീവൻ, അപ്പുകുട്ടൻ, സോമശേഖരൻ, സ്വർണം, തങ്കം, അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാടാറുണ്ട് എല്ലാവരും. യന്ത്രങ്ങളുടെ ഇരമ്പലിനിടയിൽ മടുപ്പില്ലാതെ ജോലി ചെയ്യാൻ സംഗീതം സുധാകരേട്ടനെ സഹായിക്കുന്നു. വൈകുന്നേരം മില്ലിന്റെ ഷട്ടറുകൾ താഴുമ്പോൾ അവിടെ പൊടിഞ്ഞത് ധാന്യങ്ങൾ മാത്രമല്ല, സംഗീതം ആഗ്രഹിക്കുന്ന കുറെ നല്ല നിമിഷങ്ങൾ കൂടിയാണ്. കാറമേലുകാർക്ക് ഇത് വെറുമൊരു ഫ്ലോർ മില്ലല്ല, മറിച്ച് സ്വരമാധുരിയുടെ ഒരു പാട്ടുപുര തന്നെയാണ്. ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഒരു 5 മിനിറ്റ് സമയം കിട്ടിയാൽ ഫോണിൽ ചിലവാക്കുന്ന നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് കാറമേലിലെ സുധാകരേട്ടൻ. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ സബ് RTO ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലെത്താൻ അതിസാഹസിക യാത്ര നടത്തണം. ഒരിക്കലെങ്കിലും ഈ റോഡ് വഴി പോയവർക്ക് ഇതൊരു മരണക്കെണിയാണെന്ന് തോന്നാതിരിക്കില്ല. പയ്യന്നൂർ സബ് RTO ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്കുള്ള റോഡ് മരണക്കെണിയാവുകയാണ്. അത്രയ്ക്കും ദുർഘടം പിടിച്ച് കല്ലും മണ്ണും കുഴികളും കുന്നും ഇറക്കവും നിറഞ്ഞ റോഡാണിത്. ഇതുവഴി ടെസ്റ്റ് എടുക്കാൻ പോകുന്നവർ ഏറെ ദുരിതമനുഭവിച്ചാണ് ഇവിടെ എത്തുന്നത്. ഈ റോഡിന്റെ ഒരു വശം തന്നെ ചെരിഞ്ഞതുമാണ്. പിടിവിട്ടാൽ പിന്നെ കിട്ടില്ല. ഇതുവഴി കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. മഴക്കാലമായാൽ ഇതൊരു നരകപാതയാകുമെന്ന കാര്യം തീർച്ചയാണ്. കരിങ്കുഴി നീലമന ഫാം ആലക്കാട് തെക്കേക്കര റോഡിന്റെ ഒരു ഭാഗം കൂടിയാണിത്. റോഡിന്റെ അരികിൽ താമസിക്കുന്നവർക്ക് ഈ റോഡിൽ നിന്നുള്ള പൊടിശല്യവും അസഹനീയമാണ്. ഈ ദുർഘടം പിടിച്ച പാത എന്ന് ശരിയാകുമെന്നാണ് സമീപവാസികളുടെയും ഇവിടെ എത്തുന്നവരുടെയും ചോദ്യം. ഞാൻ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് 2012 മുതൽ ഇവിടെയുണ്ട്. ഞാൻ എട്ടാട്ടുകാരനായിരുന്നു. പയ്യന്നൂർ കോളേജിലെ അധ്യാപകനായിരുന്നു. ഇവിടെ ഇപ്പം എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. പക്ഷേ ഈ റോഡിലെ കൂടെ വയസ്സായിട്ടുള്ള എൻ്റെ ഭാര്യയുടെ അമ്മയും ഞാനും ഒക്കെ പോകുമ്പോൾ ഒരു വാഹനം പോകാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു. അത് പക്ഷേ ഞങ്ങൾ തന്നെ ഒരു കുറേ കൊല്ലം വഴിയൊക്കെ ഒരു കൊല്ലം മഴക്കാലം കഴിഞ്ഞാൽ കുറച്ചൊക്കെ റിപ്പയറാക്കിക്കൊണ്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴേ ടെസ്റ്റ് ഗ്രൗണ്ട് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോഴും ഒരുപാട് വാഹനങ്ങളിൽ പോകുന്നുണ്ട്. പൊടി കൊണ്ട് ഈ പരിസരത്ത് ആർക്കും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് ഈ താറ് ചെയ്യണം എന്നുള്ളത് ഒരു മാസ് പെറ്റീഷനും കൂടി പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും പ്രതികരണമില്ലായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഐതിഹ്യപ്പെരുമയും ഭക്തിയുടെ നിറവും ഒത്തുചേർന്ന രാമന്തളി കുന്നത്തെരു ശ്രീ ദുർഗാ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന പൊങ്കാല മഹോത്സവം നടന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രപരിസരത്തേക്ക് ഒഴുകിയെത്തിയ നൂറുകണക്കിന് സ്ത്രീകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൊങ്കാല സമർപ്പിച്ചു. കുന്നത്തെരു ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാല മഹോത്സവമാണ്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് നിരവധി സ്ത്രീകൾ ഇവിടെ പൊങ്കാല സമർപ്പണം നടത്തിയത്. ത്രേതായുഗത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായാണ് പരിപാലിക്കപ്പെടുന്നത്. ഒരേ നാലമ്പലത്തിനുള്ളിലെ 2 ശ്രീകോവിലിനുള്ളിലായി ദുർഗയും ഭദ്രകാളിയും കുടികൊള്ളുന്നു എന്നത് ഇവിടുത്തെ സവിശേഷതയാണ്. കേരളത്തിൽ ഇത്തരം ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. രാവിലെ ക്ഷേത്രം മേൽശാന്തി മണ്ണിലത്ത് പത്മനാഭൻ നമ്പൂതിരി പണ്ടാര അടുപ്പിൽ അഗ്നി തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ഭക്തർ സജ്ജമാക്കിയ നൂറുകണക്കിന് അടുപ്പുകളിലേക്ക് ഈ അഗ്നി പകർന്നു. ദേവീസ്തുതികളും നാമജപങ്ങളും മുഴങ്ങിയ അന്തരീക്ഷത്തിൽ സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ചു. പ്രാദേശിക ഭക്തർക്ക് പുറമെ ദൂരദേശങ്ങളിൽ നിന്നും നിരവധി പേർ ഈ പുണ്യകർമ്മത്തിൽ പങ്കാളികളായി. ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ഉത്സവത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ത്രേതായുഗത്തിൽ പരശുരാമ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് കുന്നത്തെരു ശ്രീ ദുർഗാ ഭദ്രകാളി ക്ഷേത്രം. രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ ഇവിടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മതിൽക്കെട്ടിനകത്ത് ദുർഗയും ഭദ്രകാളിയും കുടികൊള്ളുന്നെന്നാണ്.
ക്ഷേത്രത്തിലെ ഏറ്റവും അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കാരണം വേറൊരു ക്ഷേത്രത്തിലും ഇതുപോലെ ദുർഗയും ഭദ്രകാളിയും നാലമ്പലത്തിനകത്ത് 2 ശ്രീകോവിലായിട്ട് കുടികൊള്ളുന്നില്ല. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് മലബാറിൽ തന്നെ അപൂർവമായിട്ട് പൊങ്കാല കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് ഇന്നിവിടെ പൊങ്കാല മഹോത്സവം ആഘോഷിക്കുന്നത്. ജനപ്രിയ പലഹാരങ്ങൾക്കും വില കൂടി. നഗരങ്ങളിൽ പലയിടത്തും എണ്ണക്കടികൾക്ക് 13 രൂപ വരെ നൽകണം. അതേസമയം 10 രൂപയ്ക്ക് ഗ്രാമങ്ങളിൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും ചായയും പലഹാരങ്ങളും ലഭ്യമാണ്. ജനപ്രിയ പലഹാരങ്ങൾക്കും വില കൂട്ടി. നഗരങ്ങളിൽ എണ്ണക്കടികൾക്കും ചായയ്ക്കും 13 രൂപ വരെ നൽകണം. വില കുറവുള്ള സ്ഥലങ്ങളിൽ ചായയുടെ ഗ്ലാസിന്റെ വലിപ്പം തന്നെ കുറവാണ്. ഇലയടക്ക് 15 രൂപ ഈടാക്കുന്ന കടകളും ധാരാളമുണ്ട്. എങ്കിലും ഗ്രാമങ്ങളിലെ കടകളിൽ 10 രൂപയ്ക്ക് ചായയും പലഹാരങ്ങളും നൽകുന്ന കടകൾ ഇപ്പോഴുമുണ്ട്. മാത്തിലിലെ നാരായണൻ അത്തരത്തിലൊരാളാണ്. പക്ഷേ ഭൂരിപക്ഷം കടകളിലും പരിപ്പുവട, ഉഴുന്നുവട, പഴംപൊരി ഇവയ്ക്കെല്ലാം വില വർദ്ധിച്ചിരിക്കുന്നു. പുറത്തിറങ്ങിയാൽ പലർക്കും ഒരു ചായയും കടിയും കഴിക്കുന്നത് ഒരു ശീലമാണ്. ജോലി കഴിഞ്ഞ് മടങ്ങുന്നവരും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുമെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടും. ഒരിക്കലെങ്കിലും ഇത്തരം കടകളിലെത്തി എണ്ണക്കടികൾ രുചിക്കാത്തവർ കുറവായിരിക്കും. പലരും പാഴ്സലും വാങ്ങിയാണ് മടങ്ങാറ്. പുതിയ കാലത്ത് പുതിയ പലഹാരങ്ങളും നഗരങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. ഏതായാലും ഒരു ചായയും കടിയും കഴിക്കാമെന്ന് കരുതിയാൽ ഇനി ചിലവേറും. അതേസമയം നാരായണൻ്റേതുപോലുള്ള കടകൾ ചിലയിടങ്ങളിലെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ 9 കൊല്ലമായി കച്ചവടം ചെയ്യുന്നു. അന്നേരം 5 രൂപ പറ്റിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കച്ചവടത്തിൽ അന്ന് സാധനത്തിന് വളരെ വില കുറവില്ല സമയമാണ്. ഇപ്പം വില കൂടിയതുകൊണ്ട് ഇപ്പോൾ ഞാൻ 10 രൂപയാക്കി കൊണ്ടാണ് ഇപ്പോഴത്തെ പ്രയാസപ്പെട്ടൊരു കച്ചവടമാണ്. അന്ന് കച്ചവടമൊന്നും ഇല്ല, ഇപ്പോൾ വളരെ മോശമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LSS USS വിജയവീഥി സംഘടിപ്പിച്ചു. AV സ്മാരക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LSS USS വിജയവീഥി സംഘടിപ്പിച്ചു. AVS GHSS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉറച്ച തീരുമാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു പരിപാടിക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരുൺ ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ കുട്ടികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. VV പ്രദീപൻ, സുലോചന P, ശോഭ K, സുജാത PU, VV രവീന്ദ്രൻ, രാജൻ അപ്യാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഠന വഴിയിലും ജീവിത വഴിയിലും ഒരേപോലെ മുന്നേറാൻ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വിജയവീഥിയുമായി എത്തുന്നു. LSS USS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വൈവിധ്യമാർന്ന പരിശീലന പരിപാടികൾക്കാണ് പഞ്ചായത്ത് തുടക്കമിട്ടിരിക്കുന്നത്. പഠന വഴിയിലും ജീവിത വഴിയിലും ഒരേപോലെ മുന്നേറാൻ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വിജയവീഥിയുമായി എത്തുന്നു. LSS USS പരീക്ഷാ മാതൃക പരിചയപ്പെടാനും ഈ വർഷം മുതൽ മാറുന്ന CM കിഡ്സ് സ്കോളർഷിപ്പ് മാതൃക പരിചയപ്പെടാനുമാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. 1984 നമുക്ക് ആർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്? അതേ കാര്യം പഠിക്കുമ്പോൾ സാമൂഹ്യം പഠിച്ചില്ലേ? 1984 എന്ത് കിട്ടി? നമുക്ക് ഇന്ദിരാഗാന്ധിയെ കൊന്നത് കിട്ടി, ഭോപ്പാൽ ദുരന്തം കിട്ടി, ഭോപ്പാൽ ദുരന്തത്തിന് പിന്നെ 1984 4 വെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കും. 4 വെട്ടും മാറ്റി വയ്ക്കും. 1948 ആരെയാ കൊന്നിന്? ഗാന്ധിജിയെ ആരാ കൊന്നത്? പരീക്ഷയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വന്നതോടെ അതിനനുസരിച്ച് കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വൈവിധ്യമാർന്ന പരിശീലന പരിപാടികൾക്കാണ് പഞ്ചായത്ത് തുടക്കമിട്ടിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ സ്കൂളുകളിൽ നിന്ന് രക്ഷിതാക്കളെ വിളിച്ച് കുട്ടി 1 മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. 6 മുതൽ 7:30 വരെയാണ് സമയം. 2 ദിവസം കൂടുമ്പോൾ വീഡിയോ കോൾ വഴിയും പരിശോധന നടത്തും. ശനി, ഞായർ ദിവസങ്ങളിൽ ശില്പശാല സംഘടിപ്പിക്കും. ഇതിനായി ഈ രംഗത്തെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ അധ്യാപകരെ നിയോഗിക്കും. മോഡൽ പരീക്ഷകൾ സംഘടിപ്പിക്കും. പരീക്ഷയിൽ പാസ്സാകുക മാത്രമല്ല ഉൾക്കാമ്പുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക കൂടിയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ പറയുന്നു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ LP, UP തലത്തിലുള്ള കുട്ടികൾക്ക് LSS USS ഇപ്പോൾ അത് CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പുതിയ ഒരു തലത്തിലേക്ക് ആ പരിപാടി മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു
സ്കോളർഷിപ്പ് പരീക്ഷയാണ് ഈ മേഖലയിൽ ഈ വർഷം മുതൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക്, അധ്യാപകർക്ക് എല്ലാം വലിയ ആശങ്ക സംബന്ധിച്ചുണ്ട്. അതിൻ്റെ ദൂരീകരണത്തിന് വേണ്ടി LSS USS പരീക്ഷ നടക്കുന്ന തീയതി വരെ അത്രയും ദിവസങ്ങളിൽ കരുൾപ്പള്ളം ഗ്രാമപഞ്ചായത്തിനകത്ത് കുട്ടികൾക്ക് പരിശീലന പരിപാടി തുടർച്ചയായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം ക്ലായിക്കോട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 2026 ഫെബ്രുവരി 4 മുതൽ 7 വരെ പെരുങ്കളിയാട്ടം ആചാര അനുഷ്ഠാനങ്ങളോടെ വിപുലമായ രീതിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരുങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങായ വരച്ചുവെക്കൽ ജനുവരി 27 നടക്കും. ജനുവരി 27 രാവിലെ 9 മണിക്കും 9:45 ഇടയിലുള്ള മുഹൂർത്തത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടക്കും. എല്ലാവർക്കും അന്നദാനവും ഒരുക്കും. വരച്ചുവെക്കൽ ദിനം മുതൽ പെരുങ്കളിയാട്ട സമാപന ദിവസത്തിന്റെ തലേദിവസം വരെ വിവിധ കലാസാംസ്കാരിക പരിപാടികൾ നടക്കും. നാടിന്റെ ചരിത്രവും ക്ഷേത്ര ആചാരങ്ങളും ചടങ്ങുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സ്മരണിക ജനുവരി 27 എഴുത്തുകാരി ഡോക്ടർ ആർ രാജശ്രീ പ്രകാശനം ചെയ്യും. ബ്രോഷർ പ്രകാശനം കാസർഗോഡ് അഡീഷണൽ ജില്ലാ ജഡ്ജി PM സുരേഷ് നിർവഹിക്കും. കയ്യൂർ ചീമേനി കാർഷിക പെരുമ, പാരമ്പര്യം, സാധ്യതകൾ എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ നടക്കും. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടിയും ഒരുക്കും. വനിതാ സെമിനാർ, ആദര സമ്മേളനം, മാധ്യമ സെമിനാർ എന്നിവയും വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിക്കും. ഫെബ്രുവരി 3 വൈകുന്നേരം കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. ഫെബ്രുവരി 4 രാവിലെ കുട്ടമത്ത ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് തുടക്കമാകും. ക്ലായിക്കോട്ട് പെരുങ്കളിയാട്ടം പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചിട്ടുള്ളതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വയോജന ഭിന്നശേഷി സൗഹൃദമായിരിക്കും ക്ഷേത്ര പരിസരം. വിവിധ ദിവസങ്ങളിലായി ഏകദേശം 1 ലക്ഷം പേർക്ക് അന്നദാനം നടത്തുന്നതിനായി ഭോജനശാലയും 4 പന്തലും ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കി. വിവിധ മുച്ചിലോടുകളിൽ നിന്നായി 500 ബാല്യക്കാരുടെ സേവനം ഭക്ഷണശാലയിലുണ്ടാകും. ക്ലായിക്കോട്ട് മുച്ചിലോട്ട് ക്ഷേത്രപരിധിയിലുള്ള കിടപ്പ് രോഗികൾക്ക് അന്നപ്രസാദം വീടുകളിൽ എത്തിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പുകളും എടുത്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ രത്നാകരൻ പെരിയാരത്ത്, AV സുധാകരൻ, KV പുരുഷോത്തമൻ, NV രാമചന്ദ്രൻ, M അനൂപ്, NV ചന്ദ്രൻ, സുകുമാരൻ നാലുപുരപ്പാട്, VV മോഹനൻ, NV പുരുഷോത്തമൻ, NV പ്രസാദ്, PV ശശി, രമേശൻ കളത്തേര, E രാഘവൻ, P പ്രശാന്ത് കുമാർ, N ശ്രീകല, സുമാചന്ദ്രൻ, PV സുമതി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്വാമി ചരൺ കാൽപാദ മസാജ് തെറാപ്പി സെന്റർ പയ്യന്നൂർ സൗത്ത് ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പരമ്പരാഗത ആയുർവേദ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വെങ്കലം പ്ലേറ്റ് ഉപയോഗിച്ചുള്ള ആയുർവേദ പാദ മസാജ് സ്വാമിചരൺ ആയുർവേദിക് മസാജ് തെറാപ്പി സെന്ററിന്റെ പ്രത്യേകതയാണ്. ശരീരത്തിന്റെ സഹജമായ ഊർജം പുനഃസ്ഥാപിക്കുവാനും ബാലൻസ് ചെയ്യുവാനും ഈ മസാജ് കാരണമാകുന്നു. കൂടാതെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു, ദഹനം മെച്ചപ്പെടുത്തുന്നു, പാദങ്ങൾ സുഖപ്പെടുത്തുന്നു, കണ്ണിന്റെ ആയാസം ഒഴിവാക്കുകയും ഇരുണ്ട വൃത്തങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു, ആന്തരിക വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർവഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, 20ാം വാർഡ് കൗൺസിലർ ശ്രീജ AK, സ്വാമിചരൺ കാൽപാദ മസാജ് തെറാപ്പി സെന്റർ ഫൗണ്ടർമാരായ ദർശന സമീർ മഞ്ചരേക്കർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ കുറച്ചൊന്നും ഒരു ബ്രേക്ക് എടുത്തിട്ടാണുള്ളത്. ചെയ്യുന്ന സമയത്ത് നല്ല വർക്ക് കിട്ടും. രാത്രി ദിവസം മുഴുവനും നല്ലൊരു സുഖം, ശരിക്കും ഞാൻ എൻജോയ് ചെയ്തൊരു കാര്യമാണ്. അന്നൂരിലെ ഇവരെ സ്ഥാപനത്തിന് അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരികയും ഈ സ്ഥാപനമായിട്ട് ചികിത്സിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം വളരെയധികം നല്ല രീതിയിലെ ഒരു റിസൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പയ്യന്നൂർ ഭാഗത്തിലെ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ആണ് പയ്യന്നൂർ കൂടി ഇങ്ങനെ ഒരു ബ്രാഞ്ച് തുടങ്ങണം തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇവിടെ ഇന്ന് ഈ സ്ഥാപനം ഉദ്ഘാടനത്തിന് തയ്യാറായി. സ്വാമി ചരൺ ഒരു പയ്യന്നൂർ പട്ടണത്തിലൊരു പുതിയ സംരംഭമാണ്. പരമ്പരാഗതമായ രീതിയിലുള്ള മസാജിൻ്റെ വൈവിധ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ വളരെ ശാസ്ത്രീയമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് തന്നെ അവരുടെ മുന്നിൽ അവരുടെ പാദം മസാജ് ചെയ്യുന്ന അതിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാം ഇടയിൽ ആളുകൾക്ക് കുറേയേറെ ഗുണപരമായിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സർക്കാർ ക്ഷീരവികസന വകുപ്പ് സംസ്ഥാനത്തെ മികച്ച ക്ഷീരസംഘത്തിനുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് നേടിയ ചെറുതാഴം ക്ഷീരവ്യവസായ സഹകരണ സംഘം ഭരണസമിതിക്ക് പിലാത്രയിൽ പൗരാവലി സ്വീകരണം നൽകി. M വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു.
കേരള സർക്കാർ ക്ഷീരവികസന വകുപ്പ് സംസ്ഥാനത്തെ മികച്ച ക്ഷീരസംഘത്തിനുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് നേടിയ ചെറുതാഴം ക്ഷീര വ്യവസായ സഹകരണ സംഘം ഭരണസമിതിക്ക് പിലാത്രയിൽ പൗരാവലി സ്വീകരണം നൽകി. ചുമടുതാങ്ങിയിൽ നിന്നും ആരംഭിച്ച സ്വീകരണ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. പിലാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ പരിപാടി എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഘട്ടം ഘട്ടമായി കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ചെറുതാഴം ക്ഷീര സഹകരണ സംഘം ഒരുപാട് പരിമിതികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ കർഷകരെ ചേർത്ത് നിർത്തി കർഷകരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജാഗ്രതയോടെയുള്ള പ്രവർത്തനത്തിലൂടെ ചെറുതാഴം മിൽക്ക് എന്ന ബ്രാൻഡ് വിപണിയിലേക്ക് എത്തിച്ച് പാലും തൈരും നെയ്യും ഉൾപ്പെടെ മാർക്കറ്റിലെത്തിച്ച് ആദ്യം ചെറിയ രീതിയിൽ ആരംഭിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഒരു വീട്ടിലെ അതിഥിയായി ചെറുതാഴം മിൽക്ക് മാറിയിരിക്കുകയാണ്. ഒരു സംഘത്തിൻ്റെ വളർച്ചയുടെ ഘട്ടം ഘട്ടമായുള്ള മുന്നോട്ട് പോക്ക്. ആ മുന്നോട്ട് പോക്കിലാണ് ഏറ്റവും മികച്ച അംഗീകാരം അത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ നിന്നാണ്. ആർ ബബിതകുമാരി അധ്യക്ഷത വഹിച്ചു. കെ പത്മനാഭൻ, എം ശ്രീധരൻ, IV ശിവരാമൻ, AV രവീന്ദ്രൻ, KC തമ്പാൻ മാസ്റ്റർ, C രത്നവല്ലി, KT അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മലർവാടി ബാലസംഘം ബാലചിത്ര രചനാ മത്സരം പയ്യന്നൂർ ISD സ്കൂളിൽ നടന്നു. 4 കാറ്റഗറിയിലായി നടന്ന മത്സരത്തിൽ 260 കുട്ടികൾ പങ്കെടുത്തു. പയ്യന്നൂർ ISD സ്കൂളിൽ നടന്ന മലർവാടി ബാലസംഘം ബാലചിത്ര രചനാ മത്സരത്തിൽ 4 കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ 260 കുട്ടികൾ പങ്കെടുത്തു. പ്രശസ്ത ചിത്രകാരന്മാരായ നജീബ് മാടായി, സുനിൽ കളർഗേറ്റ്, ദാമോദരൻ വെള്ളോറ എന്നിവർ മൂല്യനിർണ്ണയം നടത്തി. പയ്യന്നൂർ നഗരസഭ സാമൂഹിക വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ സമ്മാനദാനം നിർവഹിച്ചു. സാബിറ ചർച്ചലമ്പള്ളി രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസ് നടത്തി. സമാപന പരിപാടിയിൽ മലർവാടി ഏരിയ രക്ഷാധികാരി PV ഹസൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ISD സ്കൂൾ ട്രഷറർ കക്കളത്ത് അബ്ദുൽ ഖാദർ, മുഹമ്മദ് റഫീഖ് TK, മലർവാടി കോർഡിനേറ്റർ C മുസ്തഫ, വനിതാ കോർഡിനേറ്റർ യാസ്മിൻ, വനിതാ കൺവീനർ ഷറിൻ റിയാസ്, സമീറ ടീച്ചർ, ഷിഹാബ് അരവഞ്ചാൽ, K സൽമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആവേശമായി കല്യാശ്ശേരി സോക്കർ ലീഗ് KS MLA കപ്പ്. മാടായി റെയിൽവേ സ്റ്റേഷൻ മൈതാനത്ത് മുൻ ഇന്ത്യൻ ഫുട്ബോളറും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫലി മത്സരം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ M വിജിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഴയങ്ങാടിയുടെ ഫുട്ബോൾ പാരമ്പര്യത്തെ തിരിച്ചുപിടിക്കാനും ലഹരിക്കെതിരായി കായിക മേഖലയെ സജീവപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കല്യാശ്ശേരി MLA M വിജിന്റെ നേതൃത്വത്തിൽ MLA കപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ 8 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഒരു ടീമിൽ 3 ഫുട്ബോൾ താരങ്ങൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ളവർ ആയിരിക്കണമെന്ന നിബന്ധനയോടെ താരലേലം സംഘടിപ്പിച്ചാണ് ടൂർണമെന്റ് ഒരുക്കുന്നത്. ജനുവരി 23 മുതൽ 26 വരെയാണ് പഴയങ്ങാടി റെയിൽവേ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ മത്സരം നടക്കുന്നത്. പഴയങ്ങാടി വീണ്ടും ഒരു ഫുട്ബോൾ ലഹരിയിലേക്ക് എത്തുകയാണ്. കല്യാശ്ശേരി സോക്കർ ലീഗ് MLA കപ്പ് കഴിഞ്ഞ മെയ് മാസത്തിൽ നടത്താനാണ് ആദ്യം തീരുമാനിച്ചത്. ശക്തമായ മഴയെ തുടർന്ന് നമുക്ക് ആ ടൂർണമെന്റ് മാറ്റിവെക്കേണ്ടി വന്നു. ഇന്നലെ പഴയങ്ങാടിയുടെ ഫുട്ബോൾ ലഹരിയെ വീണ്ടും സജീവപ്പെടുത്തിക്കൊണ്ട് ദീർഘവർഷത്തിന് ശേഷം, ഏതാണ്ട് 20 വർഷത്തിന് ശേഷമാണ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സാക്ഷ്യം വഹിക്കുന്നത്. ഏതായാലും ഇന്നലെ ആരംഭിച്ച MLA കപ്പ് ഫുട്ബോളിന് വലിയ പങ്കാളിത്തമാണ്. ജനപങ്കാളിത്തം കൊണ്ട് വലിയ വിജയമായി. ചെറിയ ആശങ്ക ആദ്യ ദിവസമായതുകൊണ്ടുണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം അപ്പുറമുള്ള കാണികളുടെ പങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന ഫ്ലഡ് ലൈറ്റ് മാച്ച് 2 മത്സരങ്ങളും വളരെ വാശിയേറിയ മത്സരങ്ങളായി മാറുകയുണ്ടായി. അങ്ങനെ വലിയ കാണി പങ്കാളിത്തത്തോടുകൂടി, കായിക പ്രേമികളുടെ പങ്കാളിത്തത്തോടുകൂടി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഗ്രൗണ്ട് വീണ്ടും ഒരു കായിക ലഹരിയിലേക്ക്, ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ദിവസം 2 മത്സരങ്ങളാണ് ഉണ്ടാവുക. 7 മണി മുതൽ 8 മണി വരെയും 8:30 മുതൽ 9:30 വരെയുമാണ് മത്സരം നടക്കുക. ടൂർണമെന്റ് ചാമ്പ്യന്മാർക്ക് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് സ്പോൺസർ ചെയ്യുന്ന MLA കപ്പ് റോളിംഗ് ട്രോഫിയും കണ്ണപുരം പൊയിൽ കാർത്യായനിയമ്മയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ 50,000 രൂപ പ്രൈസ് മണിയും വോയിസ് ഓഫ് കല്യാശ്ശേരി സ്പോൺസർ ചെയ്യുന്ന സ്ഥിരം ട്രോഫിയും ലഭിക്കും. റണ്ണേഴ്സിന് 25,000 രൂപ പ്രൈസ് മണിയും ട്രോഫിയും ലഭിക്കും. ജനുവരി 26 ഫൈനൽ ദിവസം കല്യാശ്ശേരി മണ്ഡലത്തിലെ വെറ്ററൻ താരങ്ങൾ അണിനിരക്കുന്ന ഫുട്ബോൾ സൗഹൃദ മത്സരം ഉണ്ടാകും. രാത്രി 8 മണിക്ക് ഫൈനൽ മത്സരം നടക്കും. ആദ്യ മത്സരത്തിൽ ബ്ലോക്ക് കോബ്രാസ് പഴയങ്ങാടിയും മലബാർ FA കല്യാശ്ശേരിയും ഏറ്റുമുട്ടി. രണ്ടാം മത്സരത്തിൽ AYT കടന്നപ്പള്ളി മാട്ടൂൽ സ്പോർട്സ് സിറ്റി സാഗ്യൂത്ത് മാട്ടൂൽ മത്സരത്തിൽ ഏറ്റുമുട്ടി.
നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കേരള പൂരക്കളി കലാ അസോസിയേഷൻ കേരള പൂരക്കളി അക്കാദമിയുടെ സഹകരണത്തോടെ പൂരക്കളി മറത്തു ശില്പശാലയും പ്രഥമ പണ്ഡിതശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും ജനുവരി 25-26 തീയതികളിൽ ചെറുവത്തൂരിൽ നടക്കും. ചെറുവത്തൂർ EMS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ശില്പശാല മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ശില്പശാലയുടെ ഭാഗമായി സംസ്കൃത പണ്ഡിതൻ VP ദാമോദരൻ പണിക്കർ സ്മാരക പ്രഥമ പണ്ഡിത ശ്രേഷ്ഠ പുരസ്കാരം പൂരക്കളി മറത്തുകളി ആചാര്യൻ മാധവൻ പണിക്കർക്ക് സമർപ്പിക്കും. 25-ന് ചെറുവത്തൂർ EMS ഓഡിറ്റോറിയത്തിൽ മറത്തുകളി അവതരണവും പൂരക്കളി പ്രദർശനവും നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. 26-ന് രാവിലെ 9 മണി മുതൽ പൂമാല ഓഡിറ്റോറിയത്തിൽ ശില്പശാല നടക്കും. PP മാധവൻ പണിക്കർ കുട്ടമത്ത് പൂമാല ക്ഷേത്രക്കൊയ്മയും ആചാരസ്ഥാനികരും ചേർന്ന് ഭദ്രദീപം തെളിയിക്കും. പൂരക്കളി അക്കാദമി ചെയർമാൻ K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി CH സുരേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി, ഡോക്ടർ CK നാരായണൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. സമാപന സമ്മേളനത്തിൽ പ്രഥമ പണ്ഡിത ശ്രേഷ്ഠ പുരസ്കാരം പൂരക്കളി ആചാര്യൻ PP മാധവൻ പണിക്കർക്ക് പൂരക്കളി അസോസിയേഷൻ ചെയർമാൻ TI മധുസൂദനൻ MLA സമർപ്പിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും പൂരക്കളി സംഘം ഭാരവാഹികളുടെയും സംഗമം നടക്കും. ശില്പശാല കോർഡിനേറ്റർ P. ദാമോദരൻ പണിക്കർ അവലോകനം നടത്തും. 150ഓളം പൂരക്കളി പണിക്കന്മാർ ശില്പശാലയിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ കേരള പൂരക്കളി കലാ അസോസിയേഷൻ ചെയർമാൻ TI മധുസൂദനൻ MLA, മടിക്കൈ ഗോപാലകൃഷ്ണൻ പണിക്കർ, കുഞ്ഞിക്കണ്ണൻ കയ്യൂർ, P. ദാമോദരൻ പണിക്കർ, N. കൃഷ്ണൻ വെള്ളൂർ, M. പ്രസാദ്, കോയ്യൻ രാജീവൻ, KI വിനോദ് തലക്കാട്ട് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കുണിയൻ PBK LP സ്കൂളിൽ കളിയൂഞ്ഞാൽ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. കുണിയൻ PBK LP സ്കൂളിൽ കളിയൂഞ്ഞാൽ അംഗനവാടി ശില്പശാല സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് തന്നെ മാതൃകയാവുന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. എന്തുകൊണ്ട് അങ്ങനെ മാറി എന്നത് നമ്മളൊരു പരിശോധന നടത്തിയാൽ അതിന് ഉത്തരവും നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയും ചുറ്റുപാടുകളെ അടിസ്ഥാനപ്പെടുത്തിയും സ്വയം കണ്ടെത്താൻ പറ്റും. ചടങ്ങിൽ വാർഡ് മെമ്പർ E. പ്രഭാവതി അധ്യക്ഷയായി. A. വേണുഗോപാലൻ മാസ്റ്റർ, പ്രഥമാധ്യാപകൻ സജിൽ, ഉണ്ണിക്കണ്ണൻ മാസ്റ്റർ, A. പവിത്രൻ, കല്ലത്ത് രവീന്ദ്രൻ മാസ്റ്റർ, PP രചന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മഹേഷ് സാരംഗ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വരയുടെ വിസ്മയം, കളിയിടം, കുട്ടി ടാക്കീസ്, കഥവരമ്പ്, സർഗമൂല എന്നിവയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. FC പുഞ്ചക്കാട് ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 4ാമത് ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 25-ന് ഞായറാഴ്ച മുതൽ പുഞ്ചക്കാട് ജമാഅത്ത് ഗ്രൗണ്ടിൽ നടക്കും. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. FC പുഞ്ചക്കാട് ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 4ാമത് ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 25 മുതൽ പുഞ്ചക്കാട് ജമാഅത്ത് ഗ്രൗണ്ടിൽ നടക്കും. കഴിഞ്ഞ 5 വർഷമായി ഫുട്ബോൾ മേഖലയിൽ സജീവമായ FC പുഞ്ചക്കാട് അക്കാദമിയുടെ കീഴിൽ നടക്കുന്ന 4ാമത്തെ സീസണാണിത്. പൂൾ A, പൂൾ B വിഭാഗങ്ങളിലായി പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക. വിജയികൾക്ക് ടൈൽസ് ആൻഡ് ബാത്ത് മുസഫ അബുദാബി സ്പോൺസർ ചെയ്യുന്ന പ്രൈസ് മണിയും അർബീസ് ഫ്രൈഡ് ഗ്രിൽ നൽകുന്ന ട്രോഫിയും സമ്മാനിക്കും. റണ്ണേഴ്സപ്പിന് ടർഫ് ടീം പുഞ്ചക്കാട് നൽകുന്ന പ്രൈസ് മണിയും ലോക്കിൻ ബിൽഡുമാർ നൽകുന്ന ട്രോഫിയും സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ സുലൈമാൻ VV, ബാബുരാജ് P, ജനാർദ്ദനൻ P, ഷരീഫ് TP എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. 1977-78 വർഷം തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ SSLC പഠിച്ചിറങ്ങിയ സതീർത്ഥ്യരും അന്നത്തെ അധ്യാപകരും 48 വർഷത്തിനു ശേഷം ഒത്തുചേർന്നു. പഴയകാലത്ത് പഠിപ്പിച്ച അധ്യാപകർ ചേർന്നാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത്. ദശപുഷ്പം എന്ന പേരിലാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അലുമിനി മെഗാ സംഗമം നടത്തിയത്. പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാലയമുറ്റത്ത് ഒത്തുചേർന്നപ്പോൾ പഴയകാലത്ത് പഠിപ്പിച്ച അധ്യാപകർ ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തു. 1977-78 വർഷം സ്കൂളിലെ 4 ഡിവിഷനുകളിലായി പഠിച്ചിരുന്ന 180 പേരിൽ സംഗമത്തിൽ 100-ൽ പരം പേർ പങ്കെടുത്തു. സഹപാഠികൾ ചേർന്ന് വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തിരുവാതിരകളിയും നടന്നു. സ്വാഗതഗാനവും ബാച്ച് അംഗങ്ങൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ A. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. GVHSS പ്രഥമാധ്യാപിക EK ബൈജ, ബാച്ച് കോർഡിനേറ്റർ MH ഇസ്മയിൽ, C. രവി, T. ഭരതൻ, R. പ്രദീപ് കുമാർ, T. മുഹമ്മദ്, കൃഷ്ണൻ വെങ്ങാട്ട്, M. ശശി എന്നിവർ സംസാരിച്ചു. പഴയകാല അധ്യാപകരായ V. മുകുന്ദൻ, KV കുഞ്ഞിരാമൻ,
ഗോപിനാഥ് കൊടക്കാട്, കെ രാജലക്ഷ്മി, എ മുഹമ്മദ് സാലി എന്നിവരെ ശിഷ്യർ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം തെക്കുംപാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യൻകൂലം പുനഃപ്രതിഷ്ഠാ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കുഞ്ഞിമംഗലം തെക്കുംപാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യൻകൂലം 15 സംവത്സരങ്ങൾക്കു ശേഷം നടത്തപ്പെടുന്ന പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 24 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തർണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 11 ദിവസങ്ങളിലായി വിവിധ താന്ത്രിക പൂജാതി കർമ്മങ്ങളോടും നവീകരണ കലശം, ബ്രഹ്മകലശം, പുനഃപ്രതിഷ്ഠാ മഹോത്സവം, വിവിധ കലാസാംസ്കാരിക പരിപാടികളോടും കൂടി നടത്തപ്പെടും. മുന്നോടിയായി മനയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി പേർ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ അണിനിരുന്നു. ജനുവരി 31 രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഡിവൈഎഫ്ഐ പയ്യന്നൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സിക്സേഴ്സ് സോഫ്റ്റ് ബോൾ ഫ്ലഡ്ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫെബ്രുവരി 21 ശനിയാഴ്ച പുഞ്ചക്കാട് കോയാസ് ടർഫിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയ സംഘർഷങ്ങൾ നിറഞ്ഞ പയ്യന്നൂർ ടൗൺ. സാമ്പത്തിക തട്ടിപ്പ് ആരോപണ വിധേയനായ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനത്തെ തുടർന്ന് സംഘർഷം. പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂരിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലും സംഘർഷം. പ്രതിഷേധത്തിന്റെ മറവിൽ പയ്യന്നൂർ സഹകരണ ആശുപത്രിക്കും പയ്യന്നൂർ സർവീസ് ബാങ്ക് തെക്കേ ബസാർ ശാഖയ്ക്കും എം.എൽ.എ ഓഫീസിനു നേരെയും കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തിയെന്നാരോപിച്ച് സിപിഐഎം പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം സരിൻ ശശി, കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ദിവസം പഴയങ്ങാടി ഏഴോം നെരുവമ്പ്രത്ത് ബൂത്തിൽ കയറി ഏജന്റുമാരെ മർദ്ദിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഏഴോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഏച്ചിലാംവയലിൽ വീട് കുത്തി തുറന്ന് 5 പവനോളം സ്വർണം കവർന്ന സംഭവത്തിൽ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലയും 2 വളകളുമാണ് മോഷണം പോയത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.